അങ്ങനെ നമ്മളെ കുഞ്ഞാനും പോയി. കുഞ്ഞാനുൻ്റെ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോയത്, എപ്പോഴാണ് പോയോ വന്നോ ഒന്നും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്ങോട്ടാന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓനക്ക് പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ കുപ്പിന് അടപ്പ് നോക്കണ്ട, ഞാൻ കഴുകി കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണ്. ഗായ്സ്, ഉമ്മാൻ്റെ ഉണ്ണിയപ്പ റെസിപ്പിയാണ്. അരി ഇതാ കുതിർത്തി വെച്ചിരിക്കണു. കുതിർത്തി വെച്ച അരി അരച്ചെടുക്കുകയാണ്. ഇത് അരക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ഞാൻ ഒന്ന് അരച്ചതിൻ്റെ ഞാൻ ഇതൊക്കെ പാർന്നു. ഒന്നിപ്പോൾ ഇനി അരക്കാൻ പോകണം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇട്ടേന്നുള്ളത് പറഞ്ഞുതരാം. കുതിർത്തി വെച്ച അരിയും പിന്നെ ഇതാ ശർക്കരപ്പാനി, ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇത് നാളെ നമുക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിലെ സംസാരം നിർത്തും കുട്ടികളെ. അല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല ഗൈസ്, ഉണ്ണിയമ്മയല്ല ഉണ്ണിയപ്പം. ഇത് തെറ്റിച്ചു. ഇത് കുഞ്ഞാവക്ക് കൊടുത്തേക്കാനുള്ള ഉണ്ണിയപ്പത്തിന്റെ ഇനി ബാക്കി അങ്ങനെ തന്നെ നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ അത് വിശദമായിട്ടുള്ള റെസിപ്പി ഉമ്മ വന്ന അരി അരക്കുമ്പോൾ പറയാൻ വിചാരിച്ചിട്ടായി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇടുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ 4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ജാറിലേക്ക്. ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം എന്നാണ് ഉമ്മ പറയണത്. ഫസ്റ്റ് തന്നെ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അരി അരച്ചെടുക്കുമ്പോൾ ഈ ഒരു ശർക്കരപ്പാനി വെച്ചിട്ടാണ് ഫുള്ള് നമ്മൾക്ക് അരച്ചെടുക്കേണ്ടത്. ശർക്കരയുടെ കണക്ക് പിന്നെ ഞാൻ പറയണില്ല, കാരണം നമ്മൾ എത്രത്തോളം അരി ക്വാണ്ടിറ്റി എടുക്കണോ അത്രത്തോളം നമുക്ക് ശർക്കരയും വേണ്ടി വരും. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ അരിയും ശർക്കരപ്പാനിയും കൂടിയും ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇതൊക്കെ കുറച്ച് ഐറ്റംസും കൂടി ഇടാൻ വേണ്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ഇനി നമുക്ക് ഇടാനുള്ളത് ഇടേണ്ടത്. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം വെള്ളത്തിന്റെ എന്തെങ്കിലും കുറവുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, കുറച്ച് വെള്ളം കള്ളത്തി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ആ വെള്ളം ഒഴിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, പക്ഷെ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണാത്തത് കൊണ്ടാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കണില്ല എന്ന് പറഞ്ഞു വരുമ്പോഴാണ് അതാ അടക്കണ ആള് വെള്ളം ചേർക്കണത്. പിന്നെ അതാ മൈദപ്പൊടി 2 സ്പൂണ്, റവയും 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും റെസിപ്പി ഒരുപോലെ ആവണം എന്നില്ല. അമ്മൻ്റെ റെസിപ്പി ചിലപ്പോൾ വേറെ ആയിരിക്കും. പിന്നെ ഇതുപോലെ ആയിരിക്കൂല എപ്പോഴും ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അതിൽ പഴമൊക്കെ കൂട്ടും, പക്ഷെ ഇത് കൊടുത്തയക്കാനുള്ളതായതുകൊണ്ട് തന്നെ പഴം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ടാണ് പഴം കൂട്ടാത്തത്. വീണ്ടും ആള് പാക്കിംഗ് ഒക്കെ തുടർത്തി. എവിടേക്കെങ്കിലും പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ, കാരണം ഏതെങ്കിലും വെച്ചോ വെച്ചില്ലേ എന്നൊക്കെയുള്ള ടെൻഷനായിരിക്കും. ഉമ്മ പാക്ക് ചെയ്യണത് ഉമ്മാൻ്റെ ചെറിയ മകന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞാന് പോണത് വേറെ എവിടെയല്ല, ദുബായിലാണ്. കുഞ്ഞവിടെ ഏകദേശം തൊട്ടടുത്താണ്. അപ്പോൾ ഓനക്കുള്ള സാധനങ്ങളും കൂടി ആക്കണുണ്ടായിരുന്നു. ഗായ്സ്, ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്. സമയം എത്രയും മോനോ? സമയം എത്രയും? 11:47. ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്. കുഞ്ഞാവക്ക് എനിക്ക് റംബുട്ടാൻ വേണമെന്നാണ് കേട്ടോ പറയണത്. അപ്പം നമുക്ക് അപ്പുറത്ത് പോയി ഫ്രൂട്ട്സ് വാങ്ങാം. ഏത് ടൈമിലും ഈ ഫ്രൂട്ട്സ് കട ഇവിടെ ഉണ്ടാവും. കേറട്ടെ? എൻ്റെ പൊന്നോ, വില കണ്ട് ഞെട്ടി ഞങ്ങൾ. കരിഞ്ഞുണങ്ങിയിരിക്കണ ഈ സാധനത്തിനാണ് 300 കേട്ടോ. കട കാണാനുള്ള ആ ഒരു ഭംഗി സാധനങ്ങളുടെ വിലയിലും ഉണ്ട് കേട്ടോ. പ്രതീക്ഷ ഇഷ്ടപ്പെട്ടു. ഇവിടെ 300ആണ്. അപ്പം നമുക്ക് കുറച്ച് അപ്പുറത്ത് 200 കിട്ടാണ്ട് അങ്ങോട്ട് പോവാം കേട്ടോ. ചിലന്തി ഇത് കിലോന് റേറ്റ് 200 രൂപയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റേത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തെങ്കിലും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. റേറ്റിൽ വ്യത്യാസം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ചിലപ്പോൾ ചില റംബുട്ടാനുകളിൽ ഐറ്റംസ് മാറുമ്പോൾ റേറ്റിലും വ്യത്യാസം വരലുണ്ട്. നമ്മൾ ടോട്ടലി ഓലെ നെഗറ്റീവ് അടിച്ചതല്ല. 200 രൂപ കിട്ടിയ ഈ റംബുട്ടാനിൽ ചെറുതായിട്ട് നാടൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ 1, 2, 3 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പുറത്തെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞെങ്കിലും അത് എന്തുകൊണ്ടാണ് ഒരു റേറ്റ് കൂട്ടിയത് നമുക്കറിയില്ല കേട്ടോ. കാരണം ഓല് നാടനൊന്നും മിക്സ് ചെയ്യാതെ അടിപൊളിയായിട്ടുള്ള ഐറ്റം ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഓല അങ്ങനെ റേറ്റ് കൊടുക്കുന്നത്. നമുക്കതറിയില്ല. അറിയാത്തതുകൊണ്ട് വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമല്ലല്ലോ. ആ നേരത്തെ ഷവർമ റോൾ കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെ അത് തിരഞ്ഞ് മണ്ണാർക്കാട് ഒരുപാട് കടയിൽ ഞങ്ങൾ പോയി, പക്ഷെ എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചായ്പിലാണെങ്കിൽ ഏത് സമയം ഉണ്ടാവും, പക്ഷേ ചായ്പ് ഇപ്പോൾ കട ക്ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ ചീരക്കുഴിയുടെ അവിടെ നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് കല്ലടി സ്കൂൾ കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഈ ഒരു കടയിലാണ്. എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല കേട്ടോ. ഈ കടയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കടയൊക്കെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 12:30, 12:45 ആ ടൈം ആയിക്കോട്ടോ.
കേട്ടോ. കോഫി, ബർഗർ, പിന്നെ ഒരു റോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ബർഗർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ. ഒറ്റ ബർഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെറുതായിട്ടൊരു ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഓല ഓർഡർ ചെയ്ത ബർഗർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ കയറി ചെയ്തിട്ടോ. പക്ഷേ കയറി ചോദിച്ചപ്പോഴാണ് അത് ഫുള്ളായിട്ട് ഓല ഓർഡർ ചെയ്ത് വെച്ചാന്ന് അറിഞ്ഞിട്ടോ. പിന്നെ ഒറ്റ ബർഗർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഒരു പൊറോട്ട റോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒക്കെ ഫ്രഷ് അല്ലാത്തത് കൊണ്ടുള്ള ടേസ്റ്റ് കുറവാണ് കേട്ടോ, കാരണം ഒക്കെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ക്കോ ജ്യൂസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഐറ്റംസ് ഒക്കെ ഓക്കെയാണ്, കോഫി, ജ്യൂസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കഴിക്കായതുകൊണ്ടായിരിക്കാം പിന്നെ അത്ര ടൈമായില്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി നിഷാ കോട്ടയപ്പാടത്ത് ഇറങ്ങി അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ടോ. ആൾക്ക് രാവിലെ നേരത്തെ വണ്ടിയിൽ പോകണം, അതുകൊണ്ട് ഞാനില്ല അവിടേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വാതിൽ പുറത്തുനിന്ന് തുറക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൾ കിടക്കുമ്പോൾ, അമ്മ കിടക്കുമ്പോൾ തന്നെ. എല്ലാവരും 6 മണിക്ക് നീപ്പിച്ചു. പിന്നെ സമയം 1:16. അപ്പോൾ അതാ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് കഴിഞ്ഞെത്തി. മോന് ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നീത ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. നീ കിടക്കട്ടെ. 1:16 1:30 ആയി. ഇനി നേരം വെക്കുമ്പോൾ നേരത്തെ വീശണം. മദ്രസിൽ പരീക്ഷ ആയതുകൊണ്ടാണ് മോനെ കൊണ്ട് പോകാൻ. അത് അടിച്ചോട്ടോ, ഞാൻ പോവാണ്. അങ്ങനെ തന്നെ. അതാ നല്ലത്. ഭ്രാന്തത്തിയാളമാരി ഉണ്ടായിരുന്നു. ഒന്നരയാണ് അറിയേ സമയം. ഞാൻ എന്താ പറഞ്ഞത് എന്നെ പറഞ്ഞിരുന്നുണ്ട്. നേരത്തെ വിളിച്ചല്ലേ എന്നോടാണ് നിർബന്ധമായിട്ടും. ഞാൻ 5:30 പോവും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നാളത്തെ പാക്കിങ്ങും നാളത്തെ നമ്മൾ എന്തെങ്കിലും വാങ്ങാനുള്ളത് വാങ്ങലും എല്ലാം കൂടിയും നാളെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തത് കഴിഞ്ഞു. ഇതവിടെ ചെറിയായിട്ടുള്ള ഒരാൾ ഇതുവരെ ചെറിയാട്ടി തരുന്നുണ്ടോ. അപ്പം ഇന്നത്തത് കഴിഞ്ഞു. ഇനി നാളത്തെ കുഞ്ഞാന് കടന്നുറങ്ങിക്കോളൂ. ഇനി നാളെ കാണാം. രാവിലെ അനുമോനെ മദ്രസിലാക്കി ഞാൻ കുറച്ച് നേരം കോട്ടാപ്പാടത്ത് ഇരിക്കും. പിന്നെ അനുമോൻ്റെ മദ്രസൊക്കെ വിട്ട് ഓനെയും കൂട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് മാളിക്കുന്നിക്ക് വരിക. മദ്രസ കുറച്ച് ടൈമല്ലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം പോയി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. വന്നു കഴിഞ്ഞപ്പോൾ മേച്ചു റംബുട്ടാൻ കിട്ടിയിട്ടില്ലല്ലേ എന്നുള്ളത്. അപ്പോഴാണ് റംബുട്ടാൻ വണ്ടിയിൽ നിന്ന് തന്നെ എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ. പെട്ടെന്ന് ഇപ്പോൾ ഓടി വന്ന് റംബുട്ടാനൊക്കെ അവിടെ പരത്തി വെച്ചിട്ടോ. കാരണം കൊടുത്തയക്കാനുള്ളതായതുകൊണ്ട് തന്നെ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകുമെന്നും ആക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. വന്ന് മണ്ണാർക്കാട് വന്ന് ആ വണ്ടിയിൽ അങ്ങനെ തന്നെ വെച്ചു. പിറ്റേ ദിവസം മദ്രസക്ക് കുട്ടീനായിട്ട് പോയത് ഞാൻ ആ വണ്ടി കൊണ്ടേ അല്ല, എനിക്കത് എടുത്ത് വെക്കാൻ പറയായിരുന്നു. പക്ഷെ ഞാനങ്ങോട്ട് എന്തായാലും ഉമ്മ 2 ചീത്തൊക്കെ പറഞ്ഞാണ്ടാവുന്നതാണ് പരത്തി വെക്കാൻ പറഞ്ഞോ. കാരണം അമ്മക്ക് പേടി ഇത്രയും വാങ്ങിയിട്ട് പിന്നെ അവിടെ കൊടുത്തേക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത്. ഈ ദിവസം രാവിലെ മുതലേ നല്ല പണികൾ തന്നെയാണ് കേട്ടോ. ഇത് ബീഫ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. നേരത്തെ വെക്കായതുകൊണ്ട് മൺചട്ടിയിൽ തന്നെ വെക്കാന്ന് പറഞ്ഞാൽ മൺചട്ടിയിലാണ് കേട്ടോ ബീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ബീഫൊന്നും കൊടുത്തേക്കണില്ല. എന്താ വേണ്ടിച്ചാൽ പറയാൻ കുഞ്ഞവനോട് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടാന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അവൾക്ക് ഫുഡ് ചൂടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. അവൾക്ക് മെസ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും അധികം വേണ്ടാന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ കുഞ്ഞാനും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ കൊടുത്തിട്ടൊരു കാര്യമില്ല. അച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ ബീഫ് പൊരിച്ചത് അതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ബീഫ് വെച്ചതും പത്തിരി അങ്ങനെയൊക്കെ ആകുമ്പോൾ കേടുവരുമല്ലോ. അപ്പോൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൻ ആകെ ആവശ്യപ്പെട്ടത് റംബുട്ടാനാണ്. പിന്നെ ബീഫ് വെക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഫുഡ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഓനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കോഴിയട. രാത്രിയിൽ ഉമ്മ ബീഫ് വറ്റിച്ച് കൊടുത്തേക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഓൻ കുഞ്ഞാൻ്റെ അടുത്തേക്ക് എയർപോർട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കോഴിയട ഉണ്ടാക്കിയാലോ എന്ന്. കോഴിയട അല്ല ബീഫ് അട ഉണ്ടാക്കിയാലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറച്ചിയട ഉണ്ടാക്കാനുള്ള പ്ലാനിലെത്തി. എനിക്ക് ഇറച്ചിയടയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തൂക്കി നിൽക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ പീസുകൾ കട്ടാവാതെ കിടക്കൂലേ, അതാണ് കേട്ടോ. ഇമ്മപ്പുറത്ത് ലിവറും വെക്കുന്നുണ്ട് കേട്ടോ. ലിവർ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വെക്കാൻ പറഞ്ഞു. കുറച്ച് എക്സ്ട്രാ ലിവർ വാങ്ങിയതാണ്. സംഭവം ആയിന്ന് കണ്ടപ്പോൾ വേഗം തന്നെ ഉമ്മ കഴിക്കാൻ വേണ്ടി കുറച്ച് വിളമ്പി പോവാണ് കേട്ടോ. ഉമ്മ അങ്ങനെയാണ്, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായി കഴിഞ്ഞാൽ അതും വിളമ്പി ആ സിറ്റ് ഔട്ടിൽ എവിടെയെങ്കിലും ഒരു മൂലക്ക് ഇരുന്നിട്ട് അത് കഴിച്ചിട്ടേ പിന്നെ എന്ത് പണി ഉണ്ടെങ്കിലും എടുക്കുകയുള്ളൂ. ഇറച്ചിയട ഉണ്ടാക്കണോണ്ട് തന്നെ കുറച്ച് അധികം സവാള വേണ്ടി വരും. അപ്പം ഞാൻ വേഗം ആ പണി ഏറ്റെടുത്തിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒതുങ്ങിപ്പിടിച്ച് ഒരു പണീനെ കുറേ നേരമുള്ളതൊക്കെ എടുക്കണത്. കാരണം വേറൊന്നും ടെൻഷൻ വേണ്ടല്ലോ. കുക്കിങ്ങിലേക്ക് കിടക്കണത് എനിക്ക് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഉള്ളി അരിയ, തക്കാളി അരിയ അങ്ങനത്തെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഏറ്റെടുക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അത്രയ്ക്കും ഫ്ലോപ്പാണെന്നല്ല കേട്ടോ, പക്ഷെ ഉണ്ടാക്കാനൊരു ഭയം ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് കേട്ടോ. ഉണ്ടാക്കിയ നേരാവോ, മറ്റുള്ളവർക്ക് ഇഷ്ടമാവോ, അതെന്തെങ്കിലും ആവോ, പൈസ കൊടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങണതല്ലേ എന്നുള്ളൊരു
ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കൽ തുടത്തിയത് മുതൽ അവസാനിക്കണ വരെ എൻ്റെ അമ്മാൻ്റെ തൊള്ളിൽ ഒരൊറ്റ പേരെ കടന്ന് കളിച്ചിരുന്നു കേട്ടോ, സുനീറ സുനീറ സുനീറ. എൻ്റെ സുനീറ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ സുനീറ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്നും അറിയണ്ടില്ല, കാരണം ഫുഡൊക്കെ ഓള് ഉണ്ടാക്കും. ഇങ്ങനെ ഇറച്ചിയുടെയൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ, മസാലയൊക്കെ നല്ല ടേസ്റ്റിയൊക്കെ ഓൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉമ്മ. പാവം മട്ടൻ എന്നെ അതിനൊന്നും അങ്ങനെ കിട്ടൂല. ഞാൻ പിന്നെ കുറച്ച് നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇവിടെ മുക്കിലും മൂലയിലൊക്കെ ഇരിക്കും. അപ്പോൾ അത് ലിവർ വയ്ക്കാൻ വേണ്ടി ഇരുന്നതാണ്. അത് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അടുത്ത പണിയെടുക്കും, പിന്നെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെയാണ്. അടുത്ത പണി കണ്ടില്ലേ, തേങ്ങ ചിരവാനും ഏറ്റെടുത്തു. കാരണം ഇതും അധികം മേത്തി കുടിച്ചാത്ത പണിയാണ്. നമ്മൾ സൈഡിലേക്ക് നിന്നാണ്ട് ഇതങ്ങനെ ചിരകി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചധികം ഞാൻ ചിരകി. പിന്നെ നമ്മളെ മുത്തൊട്ടി ഉണ്ടായിരുന്നു അവിടെ, ഓൻ കുറച്ചധികം തേങ്ങ ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ഞാൻ ചിരകി തരാം, വീഡിയോ എടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ. പിന്നെ അത് ഇറച്ചടിക്കുള്ള ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രീതിക്ക് വാട്ടിയെടുക്കുകയാണ് കേട്ടോ, അപ്പോഴുള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് എൻ്റെ അമ്മാൻ്റെ കുറച്ച് സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണത് കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. കുഞ്ഞാണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ ഫോയിൽ പേപ്പർ അവിടെ വലിയ കവറില്ല, ചെറുതാണ് അവിടെ ഇല്ല. ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോന്നോരോന്ന് പാക്ക് ചെയ്യാനായിട്ടോ. റംബുട്ടാനാണ് ആദ്യം പാക്ക് ചെയ്യണത്, പിന്നെ ചൂടാറാനൊന്നും ഇല്ലല്ലോ. ഇത് എൻ്റെ വകയാണ് കേട്ടോ, കാരണം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇതാകുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങി പാക്കാക്കി കൊടുത്തയച്ചാൽ മതിയല്ലോ. കുഞ്ഞാനൂന് വേണം വെച്ചപ്പോൾ വേണ്ട കേട്ടോ. അപ്പോൾ തൗസിൻ്റെ അവിടെ ഓനക്ക് ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു, കുഞ്ഞാവൊക്കെ ഉള്ളതും കൂടി പാക്ക് ചെയ്തു. അടുത്തത് ചക്കയാണ് പാക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ ചക്കയുടെ ഉള്ളിലൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നേരത്തെ നമുക്ക് ചുളപ്പറിച്ച് വെക്കാനോ പാക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഐറ്റംസ് ആണ്. അപ്പോൾ ഇതാ ആ സമയമായപ്പോൾ ഞാൻ ചേച്ചിയുടെ അവിടെ പോയിങ്ങാണ്ട് മുറിച്ച് കൊണ്ടുവരികയാണ്. ചേച്ചി ആ ഒരു പീസ് എനിക്ക് മുറിച്ച് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അത് ചുളപ്പറിച്ച് പാക്കാക്കുകയുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചക്കയല്ല കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയൊരു ചക്കയാണ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെന്തോ കാരണത്താൽ നമുക്ക് കൊടുത്തേക്കാൻ പറ്റിയില്ല. അത് പഴുത്തിട്ടും ഉണ്ടായില്ല, പച്ചയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മടൽ ഉൾപ്പെടെ കൊടുത്തേക്കുകയാണെങ്കിൽ അത് പഴുക്കണ വരകൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ചുളപ്പറിച്ച് കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ അത് പഴുക്കാത്തതുകൊണ്ട് ഇതാണ് നമ്മൾ കൊടുത്തത്. ഈ ചക്ക കാണാൻ വലിയ കളറില്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുന്ന് വെച്ചാൽ വലിയ ചക്ക ഇതിലേറെ ടേസ്റ്റ് ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പഴുക്കാത്തതുകൊണ്ട് കണ്ടില്ലേ, ആ ബാക്കിലിരിക്കണ 2 മുറി കണ്ടില്ലേ, അതൊരു ചക്കയാണ് കേട്ടോ, അത്യാവശ്യം വലിയ ചക്കയായിരുന്നു. പക്ഷെ അത് കൊടുത്തേക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അത് പഴുത്തിട്ട് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മുറിച്ച് കൊടുത്തയച്ചിലേറെ ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചക്ക. കുഞ്ഞാവക്ക് ചക്ക അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ, പഴുത്ത ചക്ക. പിന്നെ ഈ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ റൂമിലുള്ളവർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഒരു സൈഡിൽ ഓരോരുത്തർ പാക്ക് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ ഉമ്മ എപ്പോഴും ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറച്ചിയടക്കുള്ള മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അനുതാ ചെറിയൊരു കരച്ചിലിൻ്റെ വക്കത്ത് എത്തിയ ടൈമിലെടുത്ത വീഡിയോ ആണിത്. കുഞ്ഞാനിനെ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ചെറിയൊരു കരച്ചിലിൻ്റെ അവിടേക്ക് എത്തി. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടോ, എന്തിനാ പോകണമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞാന് പോണേലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറയാട്ടോ എന്താണെന്നുള്ളത്. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതാ ഇറച്ചിയട അതാ പാക്ക് ചെയ്യാണ്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ പണിയെടുത്തിട്ടില്ല, ഞാൻ കുറച്ച് മാത്രമേ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ കുറച്ച് ടൈമിൽ അങ്ങനെ നിറച്ചെടുത്തു എന്ന് മാത്രം. ബാക്കി വേറെ ആളാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് പരത്തിയെടുത്തത് നിതയുണ്ടോ, നിറക്കണത് വേറെ ആളാണ്, ചുട്ടെടുക്കണത് ഉമ്മയായിരുന്നു. ആ ടൈമിൽ ഇതാ തൗസിക്കുള്ള പാർസൽ വന്നിട്ടോ. തൗസിക്ക് സോയത്തുമ്മ സെപ്പറേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പാർസലാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടുത്തൊക്കെ ആരെങ്കിലും പോകുമ്പോഴൊക്കെ അല്ലേ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ല ദൂരെ ആകുമ്പോൾ അത് ഭയങ്കര റിസ്ക് അല്ലേ. കുഞ്ഞാവക്കുള്ളത് വേറെ, തൗസിക്കുള്ളത് വേറെ, കുഞ്ഞാനുള്ളത് വേറെ, അങ്ങനെയൊക്കെ ഉണ്ടോ പാക്ക് ചെയ്തിക്കണേ. പെട്ടെന്ന് കേടുവരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടോ. തൗസിക്ക് അന്നത്തെ ദിവസം കുഞ്ഞാൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഉണ്ണിയപ്പവും ഇറച്ചിയുടെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓൻ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെടുത്ത് കൈക്കൊണ്ടുവന്ന് പ്രത്യേകം കുഞ്ഞാവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം 2-3 ദിവസമൊക്കെ നിൽക്കും, കാരണം തേങ്ങയ്ക്ക് നമ്മൾ വറുത്തിട്ടല്ലേ ഉപയോഗിക്കുന്നത്. ഇറച്ചിയുടെ പിന്നെ നമുക്ക് അങ്ങനെ നിൽക്കൂല, കാരണം പെട്ടെന്ന് വലഞ്ഞു പോകും. കുഞ്ഞാന് പോണ ഫ്ലൈറ്റ് ആണെങ്കിൽ കുറച്ച് ഡിലേ ആണെന്നുള്ളത് ഇറങ്ങണതിന് മുന്നേ ഇവിടെ തന്നെ മെസ്സേജും വന്നിട്ടുണ്ടായിട്ടോ. 6 മണി 7 മണി എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് പിന്നെ 11 മണി ആ സമയത്തൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. മുത്തുട്ടി വന്നത് നല്ലൊരു ഹെൽപ്പ് ആയിട്ടോ. അപ്പുറത്ത് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസാണ്. അമ്മ ഇവിടെ ഇറച്ചിയുടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവക്കാഡോ ജ്യൂസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 12:30 ടൈമിലാണ് കേട്ടോ. അത് 12:30 ടൈമിലാണ് ഓൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ആ ടൈമിലായതുകൊണ്ട് പോണ വഴിക്ക് ഫുഡ് കഴിച്ച് പോകുന്നതാണ് കേട്ടോ കുഞ്ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലൈറ്റ് ഡിലേ എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് അധികം നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ മക ഭയങ്കര സങ്കടമായി, കാരണം വെറും ചോറും ബീഫൊക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ഓല് വേണ്ടെന്ന് പറഞ്ഞിട്ടോ. ഓല് പോകുമ്പോൾ കഴിച്ചോളാന്നാണ് കുഞ്ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ആക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അനുമോ അടുത്ത സ്നേഹം കൂടി ഇരിക്കുന്നുണ്ട്. എന്താ നമ്മൾ പോവാത്തേ, ഓലെന്താ പോണേ, ഓലപ്പം പോകാൻ പറ്റുമോ, ഷമീലാക്കുവിൻ്റെ ഒപ്പം പോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവലായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്.
ഞങ്ങൾ കുടിച്ചൊന്നും വേണ്ടേ. ഞങ്ങൾക്ക് ജ്യൂസ് തരുന്നില്ല. അപ്പോൾ വീണ്ടും ജ്യൂസ്. ഒരു പണി എടുക്കാതെ ഇന്നലെ രാത്രി ഒരു പണി എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളാണ് തയ്യാള്. അന്നത്തെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം എൻ്റെ പൊന്നോ പറയാതിരിക്കാണ്ട് ഭേദം. കുറച്ച് നേരം സൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് നേരം സൗണ്ട് പോകും. ഞാൻ ചെറുതായിട്ടൊന്നും എൻ്റെ സൗണ്ടിൻ്റെ അവസ്ഥ ആഡ് ചെയ്ത് കണ്ടതിൽ. കാരണം ഞാൻ എനിക്ക് സൗണ്ട് പോകും എന്ന് പറയലുണ്ടെന്നല്ലാതെ അത് ഏകദേശമുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല. ഇത് ചെറിയൊരു രൂപമാണ് കേട്ടോ, എൻ്റെ സൗണ്ട് പോണീൻ്റെ ചെറിയൊരു രൂപം മാത്രമാണ്. ഇനി നമുക്ക് അന്നത്തെ ദിവസം ഫുള്ളായിട്ട് പോകില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് വീണ്ടും തിരിച്ചു കിട്ടും, വീണ്ടും പോവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ സൗണ്ടിൻ്റെ ഷേക്ക് അവിടെ കട്ടെ. എമ്മാൻ്റെ ടെൻഷൻ കണ്ടില്ല, അതാ പാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. പക്ഷെ എങ്ങനെയൊക്കെ ഓടിയിട്ടും ലാസ്റ്റിൽ ആളേക്ക് ഒരു അബദ്ധം പറ്റി. കുഞ്ഞാവക്കുള്ള ഇറച്ചിയുടെ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് അടുക്കളയുടെ ടേബിളുമേ അവിടെ വെച്ചിട്ടോ. ചൂടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് അവിടെ വെച്ചതാണ്. ഇതവർ നല്ല രീതിക്ക് ഈ പെട്ടി റാപ്പ് ചെയ്ത് കെട്ടി പൊതിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കുഞ്ഞാവിടെ ഇറച്ചിയുടെ എവിടെയെന്നുള്ള ടെൻഷനും തെരച്ചിലും. പിന്നെ ഇത് ഇതേപോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് വെക്കണത് മോശമല്ലേ. അപ്പം നേരെ കുഞ്ഞാനുൻ്റെ ബാഗിൽ വെച്ചു, ഹാൻഡ് ബാഗിൽ വെച്ചു. ഈ പെട്ടി കൊണ്ടുപോകില്ല എന്നുള്ള വാശി കുഞ്ഞാനു കാണിച്ചെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ, കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞാനു പറഞ്ഞപ്പോൾ കൊണ്ടുപോകലും ചെയ്തു. കുഞ്ഞാവ് ആ ഒരു പെട്ടി എടുക്കാനേ സമ്മതിക്കൂല. ഓന ട്രോളി ബാഗും കയ്യിലുള്ള ഹാൻഡ് ബാഗും മാത്രമേ സമ്മതിച്ചുള്ളൂ. പക്ഷെ ഇവൻ അത്രക്കണ്ട് വാശി കാണിച്ചില്ല കേട്ടോ. കുഞ്ഞാവ് എങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലും ഈ ഒരു കാർബോർഡിൻ്റെ പെട്ടി കൊണ്ടുപോകില്ല എന്നുള്ളത് അവൻ്റെ വാശിയാണ്. എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗൂഢാലോചന എന്താണ്? ഗൂഢാലോചന എന്താണ് അറിയൂ? കണ്ടില്ല, കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് വീണ്ടും പഴയ പോലെ തന്നെ ആയി. അത്ര ക്ലിയർ ആയില്ലെങ്കിലും നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് കുറച്ച് നേരം വേറൊരു സൗണ്ടിൽ ഞാൻ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ സൗണ്ട് കുറച്ചായിട്ട് എനിക്ക് തിരിച്ചു വരും കേട്ടോ. എങ്ങനെയുണ്ട് ഒന്നും പറയില്ല. കറി എങ്ങനെയുണ്ട്? ഈ ഒരു സൗണ്ട് ഇതേപോലെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. കാരണം ടോട്ടലി ഒന്നുമില്ലാതെ എൻ്റെ സൗണ്ട് തീരെ ഇല്ലാതെ ഊമകളെ പോലെ നടന്നൊരു സമയമുണ്ട് എനിക്ക്. ഇത്രയും സൗണ്ട് ഇല്ലാതെ അതൊന്നും ഞാൻ ഇത്രയും റിക്കവറായി ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് എങ്ങനെയൊക്കെ സൗണ്ട് വരുത്താം എന്നുള്ളത് ഇപ്പം എനിക്കറിയാം. തീരെ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരെ ഞാൻ ആ ഒരു സമയത്ത് നമിച്ച് പോകലുണ്ട് കേട്ടോ. കാരണം ഓലൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴേലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ സഹിച്ചാൻ പറ്റണില്ല. മകൻ പോണത് കാണാൻ വേണ്ടി വന്നിക്കല്ലേ അല്ലേ? പണിസ്ഥലത്ത് നിന്ന് വന്നിക്കാണ്. ഇയാൾ പിന്നെ പണിക്ക് പോയിട്ടില്ലെന്ന് അല്ലേ? കരയോ? കുട്ടി നോക്കട്ടെ. ഓനിറങ്ങണ ആ ഗ്യാപ്പിൽ എന്തിനോ വേണ്ടി അടുക്കളയിൽ വന്നാണ് എൻ്റെ പൊന്നു. ഇത് കണ്ടപ്പോൾ നെട്ടിത്തെറിച്ച് പോയി. സിങ്കും കിച്ചണൊക്കെ കിടക്കണുണ്ടല്ലേ, ഇതൊക്കെ നേരാക്കണ്ടേ. പക്ഷെ അത്ര ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ എൻ്റെ ഉമ്മക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നമ്മൾ. എല്ലാ ടൈമിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കൂടി നിന്നതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് ഉമ്മക്ക് ഭയങ്കര സങ്കടം. അവൾക്ക് ജ്യൂസിൽക്ക് നല്ല ചൂടോടെ ഇറച്ചിയുടെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിട്ടോ. എന്നാലും ഫുഡ് കൊടുക്കണം ആ ഒരു ഇത് വരൂലല്ലോ. ആ അറ്റത്ത് കണ്ടില്ലേ സങ്കടപ്പെട്ട ഒരാളിരിക്കണു. വേറെ ആരുമില്ല, നമ്മൾ അനുമോനാണ്. ആളെ മുഖം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഭയങ്കര സാഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ആളെ പോക്കിന്റെ കാര്യത്തിലുള്ള ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആള് റിട്ടേൺ ടിക്കറ്റ് വരെ എടുത്തിട്ടാണ് പോണത്. വിസിറ്റിങ്ങിന് പോകണം, ജസ്റ്റ് അവിടെ പോയി കണ്ടുപോരാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലുമൊക്കെ വർക്ക് ഞാൻ അവിടെ നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ നിൽക്കും. എന്നാലും ഞാൻ വന്നിട്ടേ പോവുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് ആള്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്ര ഹാപ്പി ആയിട്ട് ഓനെ യാത്ര അയക്കണത്. ഞങ്ങൾക്ക് ഓന് പോയ ആ ഒരു ഫീലിങ്സ് ഒന്നും അധികം ഇല്ലാത്തത്. കുഞ്ഞാ പോയ ടൈമിലൊക്കെ ഞങ്ങൾ പോയി 1 മണിക്കൂർ കരയണ്ടായിരുന്നു കേട്ടോ. കാരണം അത് നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. ഇപ്പം പിന്നെ വെറുതെ വിസിറ്റിങ്ങിനാണെന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല. അമ്മ കരയുന്നുണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ ഓണാക്കി പിടിച്ച് ഉമ്മ കരഞ്ഞില്ലടോ. കരയേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അത് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1 മാസത്തിനാണ് പോണേന്നുള്ളത് പ്രത്യേകം പറഞ്ഞ് റിട്ടേൺ ടിക്കറ്റും ആളെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം 1 മാസമാണെങ്കിലും പെരയിലില്ലല്ലോ. അത് ഭയങ്കര സങ്കടം ഉണ്ടായി. അമ്മയും പൊന്നും എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. പക്ഷെ ഒരു 5 മിനിറ്റിന്റെ വ്യത്യാസം കൊണ്ടോ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുക്കള നേരാക്കണ്ടേ, വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ജീം ബൂം ബാ എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. നമ്മൾ തന്നെ പാത്രം മോറണം. സിംഗിലുള്ള പാത്രങ്ങളൊക്കെ ഒന്നാകെ ഇട്ടിങ്ങാണ്ട് മോറി കൂട്ടുകയാണ്. ഇങ്ങനെ മോറണുണ്ടാ തോന്നും ഓ എത്ര പെട്ടെന്നോളം മോറൽ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ അല്ല ഗായ്സ്, 1 മണിക്കൂറത്തെ പണിയായിരിക്കും ഒരു 5-10 സെക്കൻഡിൽ പെട്ടെന്ന് ഇങ്ങോട്ട് തീർന്ന് കാണുന്നത്. എനിക്ക് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ തന്നെ പണിയെടുക്കണതാണെങ്കിലും എനിക്കത് പിന്നീട് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടൈം ലാപ്സിൽ എടുത്തിട്ട് ഒരുപാട് നേരം എടുത്ത പണിയാണ് ഇട്ടത്. പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നും. മോനുവിന് ഇതൊക്കെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം വെയിറ്റ് ചെയ്തത് ഓൻ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ഇറച്ചിയടക്കുള്ള മസാല ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത്
നിത കുറച്ച് മാവൊക്കെ കുഴച്ച് പരത്തി കൊടുത്തിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്മക്ക് നിറച്ച് ചുട്ടാൽ മതിയല്ലോ. പിന്നെ അതാ ബാക്കി ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അടിക്കലും തുടക്കലൊക്കെ അമ്മ നോക്കിട്ടോ. ഞാൻ പാത്രം കഴുകലും അടുക്കള ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തു. പാത്രങ്ങൾ കഴുകിയത് പകുതി വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. പിന്നെ പൊതുവെ നമുക്ക് സാധാരണ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയാൽ തന്നെ നല്ല ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിങ്ങനെ കൊടുത്തു വിടാനുള്ള പല ഐറ്റംസ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. നീ ഇത് ഒറ്റക്ക് അടുക്കളയിൽ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഓള് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ആക്കി വെക്കും. ഓള് കുക്ക് ചെയ്താൽ ആ അടുക്കള കാണാൻ തന്നെ ഭയങ്കര നീറ്റായി കാരണം. പിന്നെ അത് അമ്മ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അമ്മക്ക് പിന്നെ സ്നാക്സ് ഐറ്റംസ് എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല കേട്ടോ. കുറച്ച് പഴംപൊരിയും പിന്നെ ബാക്കിയുള്ള ഇറച്ചി കടയും കൂടിയും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ബാക്കി വന്ന മാവ് വെച്ചിട്ട് ഈ ഒരു ഉണ്ടയും കൂടി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അമ്മക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല കേട്ടോ. പഴംപൊരിയൊക്കെ അമ്മ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മളെന്തെങ്കിലും ബേക്കറി ഐറ്റംസ് അല്ലേ കൊടുക്കുക. അമ്മ പെട്ടെന്ന് ആര് വന്നാലും പഴംപൊരി കണ്ടു ഉണ്ടാക്കുക. പിന്നെ അത് അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചായയും പഴംപൊരിയൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. എല്ലാം ഓരോന്ന് എടുത്തു വെക്കണു. പിന്നെ രാത്രി പോകാൻ ഇറങ്ങുന്ന ടൈമിൽ സ്ഥിരം ഉള്ളൊരു പരിപാടിയാണ്. അത് കണ്ടില്ലേ, ഡോർ അടച്ചു അനുമോനെ. മാളിക്കുന്നിൽ 10 ദിവസം നിന്നിട്ടാണ് പോണേന്നുണ്ടെങ്കിലും അനുമോന് പോണ നേരത്ത് ഞാനില്ല എന്നുള്ള ഈ ഒരു പറച്ചിലുണ്ട് കേട്ടോ. സ്കൂളും മദർസൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോകാതെ പറ്റില്ല. നല്ല കരച്ചിൽ നാള് ഓനിക്ക് അവിടെ എന്ത് പറഞ്ഞാലും നിൽക്കണം. പക്ഷെ ഓൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിൽക്കേണ്ടി വരും. കാരണം മദർസക്ക് കൊണ്ടുപോകാനും കൊണ്ടാക്കാനും ഒക്കെ ഒരാൾ എന്തായാലും അങ്ങനെ പോരൂലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കടയിൽ നിന്ന് ഓഫർ ചെയ്താൽ ആൾ പെട്ടെന്ന് വണ്ടിമ്മ കയറി പോരും. അപ്പം അങ്ങനെ എന്തോ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞ് പക്ഷെ അത് വണ്ടിമ്മ കയറ്റി. അപ്പം നമ്മളെ വീഡിയോ ഇത്രേനേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.